എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം നേരുന്നു. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും മറ്റെല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ദൈവനാമത്തിൽ സഹൃദയം സ്വാഗതം ചെയ്തുകൊള്ളും. ഇന്നത്തെ വീഡിയോ എന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഞാനും പിതാവും ഒന്നാകുന്നു. ആ വചനത്തെ ദുരുപയോഗപ്പെടുത്തി അനേകം സഭകൾ യേശുവിനെ ദൈവമാക്കി ചിത്രീകരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പലരും പറയുന്നത് യേശു ദൈവമാണ്. യേശുനാമ സഭ അല്ലെങ്കിൽ സത്യസഭ എന്നൊക്കെ അറിയപ്പെടുന്ന സഭകൾ അവർ പറയുന്നത് യഹോവയായ ദൈവം മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ വന്ന ആളാണ് യേശു എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഞാനൊരു വീഡിയോയുടെ ആദ്യ ഭാഗം പുറത്തിറക്കിയായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. യേശു പ്രതിഷ്ഠോത്സവത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ യഹൂദന്മാരായ ആൾക്കാർ യേശുവിനെ വളയുകയും യേശുവിനോട് അവർ ആജ്ഞാപിച്ചത് എന്തെന്നാൽ, നീ ശരിക്കും ക്രിസ്തുവാണോ? ഞങ്ങളെ എന്തിന് വെറുതെ മോഹിപ്പിക്കുന്നു അല്ലെ ആശിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. സ്പഷ്ടമായി നീ മറുപടി പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അതിന് മറുപടി കൊടുത്തത്, ഞാൻ അനേകം പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ആരാണ് എന്താണെന്ന്. അത് എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് പോലും നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. കാരണം യേശു ചെയ്ത വീര്യപ്രവൃത്തികൾ, രോഗശാന്തി, മരിച്ചവരെ ഉയർപ്പിച്ചത്, അനേകം സംഭവങ്ങൾ, അത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത വീര്യപ്രവൃത്തികൾ ഒരാൾക്ക് ചെയ്യണമെങ്കിൽ അവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അമാനുഷികമായ പ്രവൃത്തികൾ ഒരു മനുഷ്യന് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. യേശുവിനെ അവർ കല്ലെറിയാൻ ശ്രമിച്ചു. അതിന് കാരണം പറഞ്ഞത്, നീ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞത് തന്നെ നീ നിന്നെ തന്നെ ദൈവമാക്കി ദൈവത്തിന് സമമാക്കുകയാണ് എന്ന് പറഞ്ഞ് ആരോപിച്ചു. അപ്പോൾ യേശു പറഞ്ഞത്, ഞാൻ ദൈവമെന്ന് പറഞ്ഞില്ല, ദൈവദൂഷണം പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ഞാനൊരു ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. 36-ാമത്തെ വാക്യത്തിലാണ് യേശു പറഞ്ഞത് ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. 10:34 പറയുന്നു, ഞാൻ ഒരു ദേവനാണ്, പ്രവാചകനാണെന്ന് പറഞ്ഞു. ദൈവം വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച അപ്പോസ്തലനാണ് ഞാനെന്ന് പറഞ്ഞു. എന്നിൽ പിതാവിന്റെ ആത്മാവ് വസിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും എൻ്റെ പ്രവൃത്തികൾ, പിതാവിന്റെ നാമത്തിലുള്ള പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതിനപ്പുറം ഞാൻ ഒരിക്കലും ദൈവമെന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗത്തിൽ ഞാൻ പറഞ്ഞത്. ഇനി തുടർന്ന് ഇതിന് കുറച്ചുകൂടി വിശദീകരണം ഉണ്ടായാൽ മാത്രമേ യേശു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ പൂർണ്ണത എത്തുവാൻ കഴിയുകയുള്ളൂ. അല്ല, ഒന്നാമത്തെ ഉപദേശം എന്നുള്ളത് യേശു ഒരിക്കലും ഏകനല്ലായിരുന്നു. ദൈവം യേശുവിനൊപ്പം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനൊപ്പം ഉണ്ടായിരുന്നു. ആ ആത്മാവ് വന്നത് യേശു സ്നാപക യോഹന്നാന്റെ മാനസാന്തര സ്നാനം സ്വീകരിച്ചതിന് ശേഷമാണ് ദൈവത്തിന്റെ ആത്മാവ് യേശുവിലേക്ക് വരുന്നത്. യോഹന്നാൻ 8:16 പറയുന്നു. അതേപോലെ 8:29 ഒരു കാര്യങ്ങൾ പറയുന്നു, ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എന്റെ വിധി സത്യമാകുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എന്റെ വിധി സത്യമാകുന്നു എന്ന്. തൊട്ട് 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 8-ാം അധ്യായം 15-16 പറയുന്നു, നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല, ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകയാൽ എന്റെ വിധി സത്യമാകുന്നു എന്ന്. അപ്പൊ അവിടെ യേശു സാക്ഷീകരിച്ചു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയാൻ കാരണം യേശുവിനോടൊപ്പം ദൈവത്തിന്റെ ആത്മാവ്, ദൈവം തന്നെ കൂടെ ഉണ്ടായിരുന്നു. യേശു ഒരിക്കലും ഏകനായ ഒരു മനുഷ്യനല്ലായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ
ദൈവത്തിൻ്റെ ആലയമായ ഒരു മനുഷ്യ ശരീരമായിരുന്നു യേശു. അതാണ് യേശു പറഞ്ഞത്, ഞാനും പിതാവും ഒന്നാകുന്നു. ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഐക്യമെത്തിപ്പെട്ടിരിക്കുന്നു, ഒരുമയായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെയുള്ള കാരണം, യേശു പിതാവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിക്കുന്നവൻ ആകുന്നു. അതായത് വിശുദ്ധൻ ആകും. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരെയാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധരെ മാത്രമാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് വിശുദ്ധരിൽ മാത്രമേ ഉള്ളൂ. അതിവിടെ യേശു പറയണം. അതിനെ പറ്റിയുള്ള ഒരു വചനവാക്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. യേശു അവരോട്, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതായത് പിതാവ്, ദൈവത്തിന്റെ ആത്മാവ് അന്നും പ്രവർത്തിച്ചു, ഇന്നും പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഞാനും അതനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഞാനും അത് പ്രവർത്തിക്കുന്നു എന്നാണ് യേശു പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 19-24 പറയുന്നു, ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം ചെയ്യുന്നു എന്നാണ്. അതായത് യേശുവിന് സ്വന്തമായി ഒരു പ്രവൃത്തിയും, ഒരു അത്ഭുത പ്രവൃത്തികളും വീരപ്രവൃത്തികളും ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന്റെ ആത്മാവ് യേശുവിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികളും ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് ഇത് ചെയ്യുന്നത്, ഞാൻ ഒരു സാധാ മനുഷ്യൻ മാത്രമാണ് എന്നാണ് യേശു പറയുന്നത്. അടുത്ത 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവൻ കാണിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. അവിടെ ദൈവം ഞാൻ ചെയ്തത് ഇത് മാത്രമല്ല, ഇതിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം കാണിച്ചു തരും. കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്നോടൊപ്പമുണ്ട് എന്നാണ് യേശു പറയുന്നത്. അതുകൊണ്ടാണ് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞതിന്റെ സാരം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു എന്ന്. പിതാവിന് മരിച്ച ഒരാളെ, ഒരു മനുഷ്യനെ ഉയർപ്പിക്കാൻ കഴിയുമെങ്കിൽ അതേ പിതാവിന്റെ ആത്മാവ് വസിക്കുന്ന എന്നിൽ ഞാൻ ആഗ്രഹിച്ചാൽ അത് എൻ്റെ പിതാവ് നടത്തിത്തരും എന്ന് യേശു അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതാണ് ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ളതിന്റെ പൂർണ്ണത. 22-ാം വാക്യം, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനു നൽകിയിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം. അല്ലാതെ പിതാവ് എല്ലാവരും ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ യേശുവിനെയും ബഹുമാനിക്കണം. അതിനുവേണ്ടി ന്യായവിധി ആർക്കും കൊടുക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് അധികാരമായി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ന്യായവിധി ചെയ്യണമെങ്കിൽ ആ ന്യായം വിധിക്കുന്നവൻ പൂർണ്ണമായി നീതിമാനാകണം. അങ്ങനെ പൂർണ്ണമായ നീതിമാനിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയുള്ളൂ. അങ്ങനെ ഞാനും പിതാവും, യേശുവും പിതാവും ഒന്നാകുന്നു എന്ന് അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വസിച്ച ആൾക്കാർ പറയുന്നത് ദൈവത്തിന്റെ വാക്കുകൾ മാത്രമാണ്. ആ വാക്കുകൾ വിശ്വസിക്കാത്തവൻ ദൈവത്തെയും വിശ്വസിക്കുന്നില്ല. അങ്ങനെയും ഞാനും പിതാവും ഒന്നാകുന്നു എന്നൊരു അർത്ഥമുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നാണ്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലിലേക്ക് കടന്നിരിക്കുന്നു എന്ന്. അതായത് ഞാൻ പറഞ്ഞ വചനങ്ങൾ കേട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നെയല്ല, എന്നെ അയച്ച പിതാവിനെയാണ്. അങ്ങനെ ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളത് ആകുന്നു എന്നാണ്. യേശുവിന് സ്വതമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലാണ്, ആത്മാവിന്റെ അഭിഷേകത്താലാണ്. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു.
അതായത് എവിടെ നിന്ന് കേൾക്കുന്നു? ദൈവം പിതാവ് പറയുന്നതനുസരിച്ചാണ് ഞാൻ ന്യായം വിധിക്കുന്നത്. എൻ്റെ സ്വയം വിധിയല്ല. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു. അവിടെ ന്യായവിധിയിൽ യേശുവിന് പക്ഷാപാതമില്ല. എൻ്റെ ആള്, നിന്റെ ആള്, രാഷ്ട്രീയം, ജാതി, സമുദായം, ഇതൊന്നുമില്ല. അവിടെ നീതിക്കാണ് കാര്യം. നീതിയുള്ളവൻ, നീതിമാന് മാത്രമാണ് ന്യായവിധിയിൽ ന്യായം കിട്ടുന്നത്. അതങ്ങനെ ഉള്ള ദൈവത്തിന്റെ അതേ നീതി സ്വഭാവം യേശുവിന് ഉള്ളത് കൊണ്ടും ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ് അർത്ഥം. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിക്കാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ യോഹന്നാനേക്കാളും വലിയൊരു സാക്ഷ്യം യേശുവിനുണ്ടെന്ന് യേശു പറയുന്നു. യേശുവിന് പാപമോചനം അല്ലെങ്കിൽ മാനസാന്തരം കൊടുക്കുന്നതും യോഹന്നാനാണ്. ആ യോഹന്നേക്കാളും വലിയൊരു സാക്ഷ്യം എനിക്ക് പറയാനുണ്ടെന്നാണ് ഇവിടെ യേശു പറയുന്നത്. പിതാവ് എനിക്ക് അനുഷ്ഠിക്കാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ, അതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. അങ്ങനെ ഞാനും പിതാവും ഒന്നാകുന്നു എന്നൊരർത്ഥമുണ്ട്. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. അടുത്ത യോഹന്നാൻ 6:37-39. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാനാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക്, ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് പറയുന്നു. അങ്ങനെ ഞാനും പിതാവും ഒന്നാകുന്നു. അവിടെ ഒരിടത്തും യേശു സ്വയം ദൈവമാണെന്ന് പറയുന്നില്ല. ദൈവം ഏകൻ മാത്രമാണെന്നാണ് യേശു പറയുന്നത്. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്ന് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ എഴുന്നേൽപ്പിക്കും എന്നാണ് അടുത്തും പറയുന്നത്. ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത യോഹന്നാൻ 7:16 പറയുന്നു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റെ അത്രേ. അപ്പൊ യേശു പറഞ്ഞ കൽപ്പനകള്, പുതിയ നിയമ കൽപ്പനകള്, പ്രവചനങ്ങള്, ഇതെല്ലാം യേശുവിന്റെ സ്വന്തം വാക്കല്ല. പിതാവായ ദൈവം യേശുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അത് പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തത്. അങ്ങനെ ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ് യേശു പറയുന്നത്. അടുത്ത യോഹന്നാൻ സുവിശേഷം 8:26-27 പറയുന്നു, നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്. എങ്കിലും എന്നെ അയച്ചവൻ സത്യവാൻ ആകുന്നു. അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നു. പിതാവിൽ നിന്നും കേട്ട വചനങ്ങൾ മാത്രമാണ് യേശു ലോകത്തോട് സംസാരിച്ചത്. അങ്ങനെയും യേശുവും പിതാവും ഒന്നാകുന്നു എന്നാണ്. യോഹന്നാൻ സുവിശേഷം 10:25 വാക്യത്തിൽ പറയുന്നു, യേശു അവന് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. പിതാവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ പിതാവ് കൽപ്പിച്ച പ്രകാരം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, എന്ത് കാലം, എന്ത് വീര്യപ്രവൃത്തികളായാലും എന്ത് വചനമായാലും അതെല്ലാം പിതാവ് എന്നെ അയച്ചു, പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവൻ ഞാനാകുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ് യേശു പറഞ്ഞത്. അടുത്ത യോഹന്നാൻ സുവിശേഷം 10:32 വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞത്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാര് യേശുവിനെ ദൈവദൂഷണം പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് കല്ലെറിഞ്ഞു കൊല്ലുവാൻ ആരോപിച്ചപ്പോൾ യേശു പറഞ്ഞു, പിതാവിന്റെ ആഗ്രഹപ്രകാരം, പിതാവ് കൽപ്പിച്ച പ്രകാരം, പിതാവിന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്ത നല്ല പ്രവൃത്തികൾ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിക്കുന്നു. അവിടെയും യേശു പറയുന്നത്, ഞാൻ പിതാവ് കൽപ്പിച്ച, പിതാവിന്റെ ആത്മാവിനാൽ ചെയ്യുന്ന പ്രവൃത്തികളും പിതാവിനാൽ കേട്ട കൽപ്പനകളും ഞാൻ പറയുന്നു. അതുകൊണ്ട് ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ് യേശു ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന യേശുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ചുള്ള 2ാം ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് എല്ലാം യോഹന്നാൻ എഴുതിയ സുവിശേഷം മാത്രം എടുത്ത ചില വചനഭാഗങ്ങളാണ്. മറ്റു വചനങ്ങളിലേക്ക് ഇത് പോകേണ്ട ആവശ്യമില്ല. കാരണം യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-30 വാക്യമാണ്
ഈ ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞത്. അപ്പൊ അതിൻ്റെ മുൻപുള്ള ഭാഗങ്ങളും ശേഷമുള്ള ഭാഗങ്ങളും കൂട്ടിച്ചേർത്താണ് ഞാൻ ഇതിന് വിശദീകരണം തന്നത്. അല്ലാതെ യേശു ഒരിക്കലും യഹൂദന്മാർ ചിന്തിച്ചതുപോലെ ഞാൻ ദൈവമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞത് ഞാൻ പിതാവിൻ്റെ ആത്മാവിനാൽ ചെയ്ത കൽപ്പനകൾ കണ്ട് നിങ്ങൾ ആരെന്ന് മനസ്സിലാക്കും എന്നാണ് പറഞ്ഞത്. അവിടെ അത് ക്രിസ്തു ആണെന്ന് മനസ്സിലാക്കുവാൻ പഴയ നിയമ തിരുവെഴുത്തുകൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. യഹൂദന്മാർക്ക് അതിനെപ്പറ്റി ജ്ഞാനമില്ല. അവർക്ക് ഈ ദുരുപദേശകരായ ശാസ്ത്രിമാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും പറയുന്ന കള്ളക്കഥകളെ അല്ലെങ്കിൽ അമ്മൂമ്മ കഥകൾ മാത്രമേ അറിയാവൂ. അവർക്ക് വചനം അറിയില്ല. വചനം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉപജീവനം മുടങ്ങും. ഇവിടെ യേശു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞത് ഞാൻ സ്വയം ദൈവമെന്നല്ല, യേശു ദൈവത്തിന്റെ പുത്രൻ എന്നാണ്, ദൈവത്താൽ ഐക്യപ്പെട്ട അപ്പോസ്തലനാണ് താനെന്നാണ്, താനൊരു പ്രവാചകനാണ്, താൻ ദേവനാണ്, താനൊരു ദൈവത്തിന്റെ ആലയമെന്നാണ്. ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗം, മൂന്നാമത്തെ ഭാഗം അടുത്ത ഒരു വീഡിയോയിൽ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ എൻ്റെ ഈ വീഡിയോ കേട്ട എല്ലാ പ്രിയ സഹോദരന്മാർക്കും നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ വാക്യം ഒരിക്കലും യേശു സ്വയം ദൈവമെന്ന് പ്രഖ്യാപിച്ചതല്ല. യഹൂദന്മാർ തെറ്റിദ്ധരിച്ചതുപോലെ ക്രിസ്ത്യാനികൾ അത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ വിവേകത്തോടെ ജ്ഞാനത്തോടെ ദൈവവചനത്തെ കൈക്കൊള്ളണം. യേശു എപ്പോഴും ദൈവത്തിന്റെ പുത്രൻ, ഞാനൊരു ക്രിസ്തു ആണെന്നാണ് അവിടെ പറഞ്ഞത്. പക്ഷെ ക്രിസ്തു ആണെന്ന് യഹൂദന്മാരെ ബോധ്യപ്പെടുത്തുവാൻ യേശു താല്പര്യപ്പെട്ടില്ല. അത് കാരണം എന്ന് യേശു പറയുന്നത്, നിങ്ങൾ എൻ്റെ കൂട്ടത്തിലുള്ള ആടുകൾ അല്ല, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, നിങ്ങളോ കേൾക്കുന്നില്ല. അപ്പൊ അത് അറിയേണ്ടവർ അറിഞ്ഞാൽ മതി. ഞാൻ ഒരിക്കലും ദൈവദൂഷണം പറഞ്ഞിട്ടില്ല എന്നാണ് അവിടെ യേശു സാക്ഷ്യപ്പെടുത്തിയത്. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.